ഒരു സിനിമയിലേക്കുള്ള വരവാണല്ലേ? അതെ. എന്താ ഇത്ര വൈകിയത്? വൈകിയ സമയം വരുമ്പോ ലാലേട്ടൻ എന്തൊരു സമയം ഉണ്ടല്ലോ ദാസ, സത്യം അതാണ് അല്ലേ? അതല്ലേ സത്യം. സിനിമ ഒക്കെ എങ്ങനെയുണ്ട്? ഈ പുതിയ സിനിമയാണ്. ജയൻ ചേട്ടൻ എന്ന് വെച്ചാൽ സീനിയർ ഒരു കക്ഷിയാണ്. TV സീരിയലിലൂടെ വന്ന് സിനിമാ മേഖലയിലെത്തി രാഷ്ട്രീയം ഉൾപ്പെടെ കൊണ്ടുവന്ന ജയൻ ചേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ദ്രൻ ചേട്ടന്റെ കൂടെ അഭിനയിക്കുന്നു. ഏറ്റവും കൂടുതൽ പേരായിട്ട് ഇന്ദ്രൻ ചേട്ടനും കൽപ്പന ചേച്ചി അഭിനയിച്ചേക്കണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഇന്ദ്രൻ ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. ഉറപ്പായിട്ടും ആ സിനിമയുടെ വരവ് തന്നെ ഒരു സൂപ്പറാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ഇല്ല, തെറ്റൂല. എന്താന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു ഇന്ദ്രൻ സംഘ് നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നത്. ഐ മീൻ ആ അനൗൺസ്മെന്റ് വരുന്നത്. പിന്നെ എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഈ പ്രോജക്ട് തുടങ്ങിയപ്പോ തന്നെ. ഒരു ഡൾ മൊമെന്റ് ഇല്ല. ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ഞാൻ എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക് സെറ്റിൽ അഭിനയിക്കാൻ പോകുന്നതൊക്കെ. പക്ഷെ എനിക്ക് അതിൽ ഞാൻ പറയണമെങ്കിൽ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ ഇന്ദ്രൻ സംഘ് ഈ ന്യൂസും കൂടി കേട്ടപ്പോ ഞങ്ങൾക്ക് ഓക്കെ, ഇതൊരു നല്ല തുടക്കമാണെന്ന് ഒരു വിശ്വാസം. അല്ല, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ഉണർവ് വരും, ആർജവം വരും. അത്ര ഒരു വൈബിലേക്ക് എത്തി അല്ലേ? അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ച പോലെ എന്താണ് സിനിമയിൽ വൈകിയെന്ന് വെച്ചാൽ എന്തിനും ഒരു സമയമുണ്ടെന്ന് പറയാം. നോക്കിയിരുന്നു സിനിമ അഭിനയം മോഹമുണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് ഇത് മാത്രം കണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്ക് അറിയില്ല. ഞങ്ങളെ വീട്ടിലെല്ലാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ജനറേഷനിലുള്ള എല്ലാരും. ഫസ്റ്റ് എന്റെ ചേട്ടൻ, വല്യമ്മയുടെ മോൻ ചേട്ടൻ വിസ്കോമിലേക്ക് വന്നു. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ ഓക്കെ, നമുക്ക് അഭിനയിക്കാൻ തന്നെ പോകണം. ഇത് സ്റ്റെപ്സ് എന്താണെന്നൊന്നും അറിയില്ല. ആ കൊച്ചു തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണം, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ട്രെയിനിങ്ങും അതൊക്കെ നമ്മൾ കടന്നു വരുമ്പോഴാണ് അറിയുന്നത് എല്ലാം പെട്ടെന്ന് എത്തിപ്പെടാൻ നമുക്ക് പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അതിൻ്റെതായ എന്തൊക്കെയാ പറയുന്നത്, അതിൻ്റെതായ സ്റ്റെപ്സ് ഉണ്ട്, പടികളുണ്ട്. എന്നാലേ നമ്മൾ അവിടെ ചെന്നെത്തും. ചെറുപ്പം തൊട്ട് ഇതാണ് കണ്ടത്. അത് കാരണം ഇതിൽ തന്നെ വരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടും കേട്ടും പഠിച്ചത് ഇത് തന്നെയാണ്. കേട്ടു മാത്രമല്ല, കണ്ടും പഠിച്ചു. നോർമലി ബിസിനസ് അങ്ങനെ ഒന്നും ബേസിക്കലി ഞാൻ കേട്ടുപോലും ഞങ്ങളുടെ വീട്ടിൽ വളർന്നിട്ടില്ല. സിനിമ കാര്യങ്ങള്, സെറ്റിന്റെ കാര്യങ്ങള്, അപ്പൊ അതൊക്കെ കേട്ടാണ് വളർന്നത്. അതെ, എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഒന്ന് കണ്ണടച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കൽപ്പന ചേച്ചിയുടെ സൗണ്ട് തന്നെയാണ് വരുന്നത്. ഞാൻ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് കൽപ്പന ചേച്ചിയുടെ സൗണ്ട് ഫീൽ ചെയ്യുകയാണ്. എല്ലാം കൊണ്ട് ആ സൗണ്ടും കൂടെ വന്നപ്പോ എനിക്ക് എവിടെയോ കൽപ്പന ചേച്ചി നിൽക്കുന്നു. അതാണ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറായിരുന്നു. ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കൽപ്പന ചേച്ചിയുടെ. അതുകൊണ്ട് എനിക്ക് ആ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഒന്ന് കണ്ണെടുത്ത് ഇങ്ങനെ തുറന്ന് അതാ വന്നതേ ഞാൻ അങ്ങനെ പറഞ്ഞു. ചില കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും ആ സൗണ്ടിലേക്ക് തന്നെ പോവാണ്. അതുപോലെ സ്ലാങ്ങും ഒക്കെ അതുപോലെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ അതുപോലെ നമ്മള് സിനിമയില് മിന്നിക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കും, ഒരു മാറ്റവുമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമ കേട്ട് വളർന്നു എന്ന് പറഞ്ഞു. അന്നൊക്കെ സിനിമ കേട്ട് വളരുമ്പോഴും സിനിമാ കഥകളാണ് വീട്ടിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇത്ര നാളും വൈകേണ്ട ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇവരെല്ലാവരും സിനിമയിലാണുള്ളത്. നമ്മൾ ആരുടെയും കൈ പിടിച്ച് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സ്വയം വന്നാൽ മതി. ഞാൻ കൽപ്പനയുടെ മോളാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റു ചേച്ചിമാരുടെ കൊച്ചുമോളാണ് എന്ന് പറഞ്ഞ് സിനിമയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഓബ്വിയസ്ലി എന്റെ അമ്മയുടെ പേര്, അവരുടെ കുടുംബം എന്ന് വെച്ചാൽ ഇത്രയും 40 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളപ്പം ഞാൻ ആദ്യം വരുമ്പോ അവരുടെ പേര് എനിക്ക് വരാതിരിക്കില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം വരുമ്പം ഓബ്വിയസ്ലി ഇപ്പൊ കൽപ്പനയുടെ മകളാണ്, അല്ലെങ്കിൽ കലാരഞ്ജിനിയുടെ മകളാണ്, ഉർവശിയുടെ മകളാണെന്നുള്ള പേര് എനിക്കുണ്ടാവും. പക്ഷെ ഒരു നില ഉറപ്പിച്ച് കഴിഞ്ഞ് അവര് എന്റെ അമ്മമാരാണെന്നുള്ള പേരിൽ അവർ അറിയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഫ്യൂച്ചറിൽ. ഇപ്പൊ തുടക്കത്തില് ഞാൻ അവരുടെ മകളാണെന്നേ അറിയപ്പെടുകയുള്ളൂ, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ ശ്രീസംഖ്യയുടെ അമ്മമാരാണ് ഇവര് എന്നുള്ള പേരിൽ അത്രയും പ്രൗഡ് ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ധൈര്യത്തോടു കൂടിയാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇനി ഇവരെ അറിയുന്നത് മോളുടെ പേര് വെച്ച് അറിയണം. അതിൽ കൂടുതലൊരു അഭിമാനം നമുക്കുണ്ടാകും. അവർക്കും വലിയ അഭിമാനമായിരിക്കും. ഇപ്പോൾ എന്തായാലും വരവിൽ അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമയില് ഉർവശി ചേച്ചിയുടെ കൂടെ തന്നെയാണ് അഭിനയിക്കുന്നത്. അതും വേറൊരു കോമ്പിനേഷൻ ആണ്. അതായത് പുതിയ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ കലാകാരിയുടെ കൂടെ ഇപ്പൊ എന്റെ ചെറിയമ്മയാണ് എന്നുള്ള കാര്യം നമ്മൾ മാറ്റി നിർത്തണം. അതെ, വലിയ കലാകാരി തന്നെയാണ്. എല്ലാരും വലിയ വലിയ ആക്ടേഴ്സ് വരെ പൊടിയമ്മയെ കുറിച്ച് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും പേടിയുണ്ട്. ശരി, ഒരിക്കലും ഞാൻ മോളാണെന്നുള്ള രീതിയിലല്ല ആ സമയത്ത് കാണുന്നത്, വേറൊരു ആക്ടറാണ്, അങ്ങനെ ഒരു രീതിയിലേ കാണുള്ളൂ.
അപ്പൊ തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഓൺ സ്ക്രീനിൽ എങ്ങനെ അഭിനയിക്കും, അത്രയും വലിയൊരു കലാകാരിയുടെ കൂടെ എങ്ങനെ അഭിനയിക്കും, ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോയി. അതൊരു ഭാഗ്യമായിട്ട് പൊടിയമ്മയുടെ കൂടെ തന്നെ എനിക്ക് അഭിനയിക്കാനും പറ്റി. ആദ്യ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തില്ലേ? ചെയ്തു. ഒരു സീൻ ഷൂട്ട് ചെയ്തതാണ്. അതെ. ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞ. ഓബ്വിയസ്ലി എനിക്ക് പേടിയായിരുന്നു. എല്ലാരും കുറെ എക്സ്പെക്ട് ചെയ്യും, അത് മാത്രമല്ല പൊടിയമ്മയുടെ മുമ്പിൽ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം എന്ന് തോന്നി. പക്ഷെ ആ സമയത്ത് എനിക്കതൊന്നും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല നടന്നത്. എനിക്ക് ചെറിയ തെറ്റുണ്ടായപ്പോഴും എനിക്ക് പൊടിയമ്മ പറഞ്ഞു തന്നു, മക്കളെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. അതിന്റെ കൂടെ കാർത്തു, എന്റെ വല്യമ്മയാണ്, കാർത്തു എനിക്ക് എല്ലാം പറഞ്ഞു തരും. പൊടിയമ്മ. അപ്പൊ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു. പൊടിയമ്മയുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, ഇനിയും ലെജൻസിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വരട്ടെ. അപ്പൊ എനിക്ക് ഇതൊരു ചെറിയ തുടക്കമായിട്ട് തോന്നി. പൊടിയമ്മയുടെ കൂടെ തന്നെ ഫസ്റ്റ് ഇതിൽ അഭിനയിക്കുമ്പോൾ, അത്രയും ഒരു വലിയ നടിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ പതട്ടപ്പെടരുത്. പക്ഷെ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ എല്ലാവരും ആക്ടേഴ്സ് ആണ്, നമ്മൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിച്ച് പോവുക. അല്ല, എനിക്ക് ഈ രണ്ട് കാര്യങ്ങളാട്ടെ എന്റെ മനസ്സിൽ ഉള്ളിലേക്ക് വന്ന് പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, എന്നെ അറിയപ്പെടേണ്ടത് ഇനി എന്റെ പൊടിയമ്മയും പൊടിയമ്മയും കാർത്തും അറിയണ എന്നിൽ നിന്നും അറിയണം. പിന്നെ പറഞ്ഞ കാര്യം, ഞാൻ വന്ന് നിൽക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ആക്ടറാണ്, അവിടെ പൊടിയമ്മയൊന്നും ഇല്ല. അത് വലിയൊരു മനസ്സാണ് കേട്ടോ. അതെ, നമ്മൾ അങ്ങനെയാണ്, ഞാൻ പഠിച്ച രീതിയിൽ അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്തതും, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ അത് കാരണം അവിടെ ചെന്ന് നമ്മൾ പതറരുത്, നമ്മൾ പേടിക്കരുത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ആക്ടേഴ്സ് ആണ്, ആ ക്യാരക്ടറായിട്ട് നമ്മൾ മാറുക. അത്രേ ഞാൻ ഓർത്തിട്ടുള്ളൂ. അല്ല, അത് നല്ലൊരു മനസ്സാണ്. ഈ പറഞ്ഞതുപോലെ കുറെ നാളുകളായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു, സിനിമയിൽ വന്നിട്ടില്ല, ഇപ്പോഴാണ് വന്ന് സിനിമാ കഥകൾ കേട്ട് വളർന്നതാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ധാരാളം ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും പഠിക്കുക. അപ്പൊ അവരൊന്നും എന്താണ് ശ്രീസഖ്യ അഭിനയിക്കാൻ പോകാത്തത്, അത്തരമൊരു ചോദ്യമൊക്കെ ഉയർന്നിരുന്നോ? ചോദിക്കും. അപ്പൊ എന്ത് പറയായിരുന്നു? ഞാൻ പറയും, അത് സമയമാവുമ്പോ വരട്ടെ. എന്താന്ന് വെച്ചാൽ അവർക്കറിയാം ഞാൻ തിയേറ്റർ ക്ലാസ്സിന് പോകുന്നുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ചില പ്രിപ്പറേഷൻസ് അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു 3 years 4 years ആയിട്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ അത് അറിയാം. അപ്പൊ അവര് ചോദിക്കുമ്പോ ഇത്രയും പഠിക്കുന്നതൊക്കെ ഫ്യൂച്ചറിൽ യൂസ് ആവുമല്ലോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, സമയമാവട്ടെ, ഇനി ഒരു 3 വർഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു നമുക്കറിയാലോ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ്. സോ ഞാൻ ഇത്രയും ടൈം എടുത്തതിന് കാരണം എനിക്ക് തോന്നുന്നു ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വന്ന് ഇൻഡസ്ട്രിയിൽ വരാനായിരുന്നു എനിക്ക് തോന്നുന്നു. കഥകൾ കുറെ കേട്ടിരുന്നു, ഇതിന്റെ ഇടയിൽ കഥകൾ കേട്ടിരുന്നു. അപ്പോഴൊന്നും നമ്മൾ അഭിനയം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു. ഞാൻ കഥകൾ കൂടുതൽ വീട്ടിലെ അമ്മമാരാണ് കേൾക്കുന്നത്. അപ്പം അവര് ചോദിക്കും, മക്കളെ എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അപ്പൊ ഞാൻ പറയും, നമുക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ആണ് കൂടുതൽ നോക്കുന്നത്. സോ അങ്ങനെ വരുമ്പം അവരും ഡിസൈഡ് ചെയ്യും. അതുകൊണ്ട് അവരെന്റെ അടുത്തും ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് തോന്നുന്നത്? അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. സിനിമകൾ കൂടുതൽ കാണാറുണ്ടായിരുന്നു? മലയാള സിനിമകൾ കൂടുതൽ കണ്ടു തന്നെ സിനിമയിൽ നിന്ന് വരുമ്പോൾ കൂടുതൽ സിനിമ കാണാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടു പോകുന്ന ആണല്ലോ. ഇപ്പൊ ഉർവശി ചേച്ചിയെ സംബന്ധിച്ചോളം എല്ലാവരുമായിട്ട് അഭിനയിച്ചു എന്ന് വേണം നമുക്ക് പറയാം, അല്ലെ? പഴയ തലമുറയും പുതിയ തലമുറയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് അഭിനയിക്കും. ഇപ്പൊ ഈ ലാസ്റ്റ് ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന പമ്പ് സെറ്റ്, ജലധാര പമ്പ് സെറ്റിന്റെ ഇന്റർവ്യൂ ആണ് ലാസ്റ്റ് എടുക്കുക. ഇതിനു മുമ്പും ഞാൻ എല്ലാ ഇന്റർവ്യൂവിനും ഞാൻ എടുക്കാറുണ്ട്. അപ്പം എല്ലാ തലമുറയിലും അഭിനയിച്ചു പോവുകയാണ് ഉർവശി ചേച്ചി. ആ ഉർവശി ചേച്ചി വീണ്ടും അഭിനയിക്കുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ ഇത്ര മാത്രമല്ല, പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും സ്ഥാനമുണ്ട്. സത്യം. ആ സ്ഥാനമുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും വിളിക്കുന്നത്. അതാണ് ഏറ്റവും വലുത്. അങ്ങനെ സ്ഥാനമുള്ള ആ കുടുംബത്തിൽ തന്നെ മോളെ തേടി ഇതിനു മുമ്പ് കഥകൾ എത്തിയിരുന്നു. പക്ഷെ അന്നും നമ്മൾ സെലക്ട് ചെയ്യാതെ പോയത് സമയമാകാത്തത് കൊണ്ട് മാത്രമാണ്. കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരുന്നു? ഇല്ല, ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നുമില്ല. അത് വേറൊരു ആക്ടർ ചെയ്താൽ ഉറപ്പായിട്ടും അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, ആ സമയം എനിക്ക് ആവാത്തത് കൊണ്ടായിരിക്കാം ആ സമയത്ത് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇത് കറക്റ്റ് ടൈമാണ്, അത് കാരണം എനിക്ക് വരാൻ പറ്റി. കൽപ്പന എന്ന് പറഞ്ഞ നടി മലയാള സിനിമയ്ക്ക് ഒത്തിരി സംഭാവന ചെയ്തിട്ടാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇനി യാതൊരു സംശയമില്ല. ഇനിയും ഒത്തിരി സിനിമകൾ ബാക്കി വെച്ചാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കൽപ്പന ചേച്ചി അഭിനയിച്ച ഒരു സിനിമകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് മോളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സിനിമ പറഞ്ഞാൽ ഏത് പറയാൻ പറ്റും? ഞാൻ തമിഴിലും മലയാളത്തിലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഗുണ്ടൂർ പാർവതി എന്ന ക്യാരക്ടറാണ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് തോന്നിയതും ആ ഒരു ബോഡി ലാംഗ്വേജോ എനിക്ക് അതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയാം. ഇനി കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നി.
അത് വേറെ ലെവലിലായിരുന്നു ആ അതെ, സിനിമ ആയിരുന്നു. കൊണ്ടുപോയത്. അത് അതെ, പറയാതിരിക്കാൻ ഭയങ്കര പറ്റില്ല. പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടർ. എപ്പോഴും ചെയ്യുന്നത് പോലെ അല്ലാത്ത, ഇപ്പൊ കോമഡി അല്ല, എന്നാലും ഒരു സ്ട്രോങ് ആയിട്ട് അതിലും ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് മീറ്ററൊക്കെ കറക്റ്റ് പിടിച്ചു പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതെ. അതാണ് ആ സിനിമ ഇഷ്ടപ്പെട്ടതും ആ ക്യാരക്ടർ സെലക്ട് ചെയ്തതും. ഇഷ്ടപ്പെട്ടു. ആ അതെ, ക്യാരക്ടർ ഒത്തിരി പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി വരുന്ന പേരൊക്കെയാണിത്. ആണ്. പിന്നെ കോമഡി ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറെ. നമ്മളെ മനസ്സ് നിറയെ ചിരിപ്പിച്ച ഒരു കലാകാരിയാണ് അതെ. അല്ലെ. മനസ്സ് നിറയെ ചിന്തിപ്പിച്ച ഒരു കലാകാരിയാണ്. അതെ. രണ്ട് രീതിയിലും യാത്ര ചെയ്ത കലാകാരിയാണ്. ആ കലാകാരിയുടെ മോള് വരുമ്പോൾ ഏത് ലെവലിൽ പിടിക്കും? മനസ്സ് നിറയെ ചിന്തിപ്പിക്കുകയോ മനസ്സ് നിറയെ ചിരിപ്പിക്കുകയോ? ഞങ്ങളെ എനിക്ക് രണ്ടും ചെയ്യണമെന്നാണ്. ഇപ്പോ എന്താ പറയാ, ഹീറോയിൻ ആയിരുന്നാലും അതിനകത്ത് കോമഡി എലമെന്റ്സ് വരാം. കോമഡി ആണെങ്കിലും മെയിൻ ക്യാരക്ടർ ആവാം. അപ്പൊ നമ്മുടെ പെർഫോമൻസ് സ്കോപ്പ് വെച്ചിട്ടാണ് എനിക്ക് എന്താ പറയാ, എനിക്ക് പെർഫോം ചെയ്യാൻ, അതിനകത്ത് എന്റെ കഴിവ് എനിക്ക് തെളിയിക്കാൻ പറ്റണം. എനിക്കുള്ള കഴിവ് എനിക്ക് തെളിയിക്കാൻ പറ്റണം. അതുകൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യും, ചിരിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലേ? ആ മുഖത്തുണ്ട്, ചിരിയിൽ തന്നെ ഉണ്ടല്ലോ ചിരിപ്പിക്കാൻ കഴിയുന്നുള്ളത്. അതിന് മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞ രണ്ട് അമ്മമാര് എപ്പോഴും കൂടെ ഉണ്ട്, ഇടവും വലവും ഉണ്ട്. ആരാണ് വലതു ഭാഗത്തെന്ന് വെച്ചാൽ രണ്ടുപേരും വലതു ഭാഗത്തെന്ന് പറയാൻ പറ്റും. ആരാണ് ഇടതു ഭാഗത്തും രണ്ടുപേരും ഇടതു വലതും ഇടതും നമ്മൾ പറയാൻ പറ്റും. രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ്. ഇവരുടെ ഒരു ഇടപെടലുണ്ടോ? മോളുടെ ജീവിതത്തിലേക്കുള്ള ഇടപെടൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് എന്താന്ന് വെച്ചാ, എനിക്ക് ചെറുപ്പം തൊട്ട് മിനു എന്നാണ് ഞാൻ അമ്മയെ വിളിക്കുന്നത്. സോ മിനു അല്ലാതെ എനിക്ക് കാർത്തുവാണ് എപ്പോഴും ചെറുപ്പം തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതൊക്കെ. അപ്പൊ ഞാൻ മിനുവിനെക്കാട്ടിലും കൂടുതൽ ക്ലോസ് ചെറുപ്പം തൊട്ട് കാർത്തൂനോട് തന്നെയായിരുന്നു. പിന്നെ മിനുവിന്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി സ്ട്രോങ് ആയി, ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആയി. അപ്പൊ എനിക്കൊന്ന് രണ്ടുപേരും ആ എന്താ പറയാ, കുറച്ചും കൂടി അവർക്ക് എന്റെ ലൈഫിലുള്ള റോള് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്ന് വേണം എനിക്ക് പറയാൻ. മുമ്പുള്ളതിനെക്കാട്ടും ഇപ്പൊ അവർക്ക്, ഞാനായാലും അവരെ നോക്കുന്ന എന്റെ അമ്മമാരായിട്ട് ഞാൻ കാണുന്നു, അവരെന്നെ അവരുടെ മകളായിട്ട് കാണുന്നു. അപ്പൊ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയി എന്ന് വേണം പറയാൻ, മുമ്പത്തെക്കാട്ടും. അത് കൃത്യമായ മറുപടിയാണ് കേട്ടോ. അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊരു സുഖമാണല്ലേ. അതെ, നമ്മളെവിടെ പോയാലും ഇവരെ ഒരു അന്വേഷണം ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഇവരെവിടെ പോയാലും ഒരു അന്വേഷണം ഉണ്ടാവും അല്ലെ. കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്തത്. സോ അതൊരു നല്ല ഇതായിരുന്നു. കോളേജ് ലൈഫ് നല്ലതായിരുന്നു. ഓക്കെ, നല്ല ലൈഫായിരുന്നു. അത് ഓക്കെ പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോ ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. അതെ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് പിന്നെ ഉണ്ടല്ലോ. കോവിഡ് ഒക്കെ വന്ന കാരണം എനിക്ക് ഓക്കേയിലെ നിർത്താൻ പറ്റൂ. എനിക്ക് കോളേജ് ലൈഫ് പിന്നെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇത് കൽപ്പന ചേച്ചി പറയുന്നത് തുല്യമായി പോയോ? ഓക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ ഒരു മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത്രേ ഉള്ളൂ. ഇപ്പോ കോവിഡ് വന്നപ്പോൾ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങ് തുടർന്നില്ല അല്ലെ? മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാക്കണ്ട ഞാൻ. അതെ, ഇല്ല, എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് പഠിക്കാൻ അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പഠിക്കണ്ടെന്നല്ല എല്ലാവരുടെ പറയുന്നത്. എല്ലാവരും പഠിച്ചോളാം. പക്ഷെ ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ആർട്സിനോടാണ് കൂടുതൽ താല്പര്യം. ഡാൻസ് ആയാലും പാട്ടായാലും. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് ഇതിൽ തന്നെ വരണമെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം മതി. എന്റെ ഒരു രീതിയിൽ, എന്റെ ഒരു ബുദ്ധിക്ക് അത് മതി. പിന്നെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കാം. പക്ഷെ എനിക്ക് ഇത്രയും മതി. അതെ, കൂടുതൽ എന്താ പറയാ, അധ്വാനിക്കാനുള്ള ഇതില്ല. നല്ല അധ്വാനം കേട്ടോ. അത് അധ്വാനിക്കാം, അല്ലാതെ പഠിച്ചുള്ള ഇത് അത് വേണ്ട. അവിടെ ഇരുന്ന് പുസ്തകത്തിന് തലകുമ്പിട്ടിരുന്ന് പേന വെച്ച് പറ്റൂല, ഒന്നും പറ്റത്തില്ല. ഇനി ഈ അമ്മമാരെ ഒന്ന് വഴക്ക് പറയാനും, മോളെ പഠിച്ചില്ലെങ്കിൽ അതിന് പ്രശ്നം, പഠിച്ചാ അതിന് പ്രശ്നം, അഭിനയിക്കാൻ പോയില്ലേ അതിലും വലിയ പ്രശ്നം. അങ്ങനെ ഇല്ല. അത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം പിന്നെ അത് തന്നെ ചൂസ് ചെയ്തു. പിന്നെ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് പിന്നെ പ്രശ്നമില്ല. ഇവരുടെ അമ്മൂമ്മയുണ്ടല്ലോ, അമ്മൂമ്മയുടെ സപ്പോർട്ടും വലുതാണല്ലോ. അമ്മയാണ് എന്നെ വളർത്തിയത്. ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. എന്നെ അമ്മയാണ് വളർത്തിയതെല്ലാം. അപ്പം എനിക്ക് അമ്മയില്ലാതെ ഒരു ഇത് ഞാൻ കാണും. എനിക്ക് അമ്മയുടെ വിശ്വാസമാണ് എന്റെ വിശ്വാസം. അമ്മയുടെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം. ഞാൻ പറയില്ല, ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് എല്ലാ സമയത്തും എപ്പോഴും ഞാൻ ഡൗൺ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്റെ മേളിലുള്ള വിശ്വാസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അമ്മയ്ക്ക് എന്റെ മേളിൽ വിശ്വാസമുണ്ട്. അമ്മ പറയാം എനിക്ക് വിശ്വാസമുണ്ട്, മക്കള് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്.
ഈ മക്കളെ വിളിയുണ്ടല്ലോ, ഇപ്പൊ ചേച്ചി ഉർവശി ചേച്ചി ആണെങ്കിൽ നമ്മളെ അങ്ങനെ വിളിക്കാറുണ്ട്, സ്നേഹമുള്ളവരെ വിളിക്കാം. നിങ്ങൾ പൊതുവെ ഇങ്ങനെ എല്ലാവരും വിളിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ എല്ലാരും വിളിക്കാറുണ്ട്. അതിപ്പോ ഞങ്ങളും ആ നെക്സ്റ്റ് ജനറേഷനും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാരെയും മക്കളെ എന്നുള്ള അഭിസംബോധന ചെയ്തുള്ള സംസാരമുള്ള പേരെടുത്തല്ല വിളിക്കുന്നത്, അങ്ങനെയല്ല. മക്കളെ എന്നുള്ള വലിയ വാത്സല്യമുള്ള വാക്കാണ് അല്ലെ. ഈ ചെന്നൈ ജീവിതം കേരളത്തിൽ വളരെ കുറച്ചായിരുന്നല്ലോ, ചെന്നൈയിലാണല്ലോ കൂടുതൽ, കേരളത്തിൽ അങ്ങനെ കൂടുതൽ കാലം ഇല്ലായിരുന്നല്ലോ. ചെന്നൈയിൽ ജീവിതത്തിൽ നിന്ന് ഇപ്പൊ ഇനിയിപ്പം സിനിമയാണ്, കേരളത്തിലേക്ക് ചേക്കേറേണ്ട സമയം ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. എന്താന്ന് വെച്ചാ ഇപ്പോ എനിക്ക് മലയാളം സിനിമ എന്ന് മാത്രമല്ല, എനിക്ക് മലയാളം, തമിഴ്, തെലുഗു അങ്ങനെ എല്ലാത്തിലും ഒന്ന് ഒരു കൈ വെക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് കാരണം എനിക്ക് ചെന്നൈ എപ്പോഴും എന്റെ വീടാണ്, എന്റെ ഫാമിലി എല്ലാവരും അവിടെയാണ്. അപ്പൊ അതിൽ നിന്ന് വരാൻ എനിക്കൊരിതില്ല. പക്ഷെ ഷൂട്ടിങ്ങിന് നമുക്ക് വരിക, ബന്ധുക്കളൊക്കെ കേരളത്തിലാണല്ലോ, അപ്പൊ ഇവിടെ വരിക, ഇവിടെ ഷൂട്ടിന് വരിക, എല്ലാരെയും കാണുക, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുക. അവിടുന്ന് പറിച്ചു നടാൻ പറ്റില്ല അല്ലെ. ഈ പഴയ കാലഘട്ടമല്ല ഇപ്പോൾ, ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ ഒത്തിരി മാറി. നമ്മുടെ അമ്മമാരൊക്കെ അഭിനയിക്കുമ്പോഴുള്ള സിനിമ വേറെയാണ്. ഇപ്പോൾ സിനിമ എല്ലാം വലിയ ഫാസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും സിനിമയിൽ കിട്ടുന്നുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ കാര്യങ്ങൾ, സിനിമയിലേക്ക് പോകുന്ന വഴികളെ കുറിച്ച്? പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നുമുണ്ട് എങ്ങനെയാണ്. അപ്പൊ ചെറുപ്പത്തിൽ ചോദിക്കും മക്കൾക്ക് എന്താ, ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഓരോ ഡാൻസോ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യുമ്പം ചോദിക്കും മക്കൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ജനറലി ആൾക്കാർ നമ്മളോട് ചോദിക്കും, അവരിങ്ങനെ പറയും സിനിമയിലേക്ക് വരുന്നെങ്കിൽ. പക്ഷെ ആരും എൻ്റെ അമ്മമാർ എനിക്ക് ഒരിക്കലും സിനിമയിൽ വരരുതെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാതെ അതൊരു എന്താ പറയുക, ചീത്ത പ്ലാറ്റ്ഫോമാണ്, നെഗറ്റീവായിട്ട് സിനിമയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്കും അറിയാവുന്ന സിനിമയാണ്. അത് കാരണം അവർക്ക് അതിനകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പോസിറ്റീവ് എക്സ്പീരിയൻസസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളും അത് കേട്ടാണ് വളർന്നത്. അപ്പൊ ഞങ്ങൾക്കും സിനിമയിലേക്ക് വരരുത്, സിനിമയില് ഒരു എന്താ പറയാ, സിനിമയെ പറ്റി നെഗറ്റീവായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. അവിടെ വന്നാൽ ഞങ്ങൾ സേഫ് ആയിരിക്കും, എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അത് മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യും. നമ്മളെ നോക്കാൻ നമുക്കറിയെങ്കിൽ നമ്മൾ സേഫ് ആണ്. അത് സത്യമാണ്. അതാണ്, നമ്മൾ നല്ല വഴിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല വഴിയിലേ മുന്നോട്ട്. തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. കേൾക്കുന്ന കഥകളൊക്കെ വെറുതെയാണ്. സിനിമയാണെന്ന് നമ്മൾ കണ്ട് നമ്മളാണെന്ന് കണ്ടാൽ ആ സിനിമയിൽ നമ്മൾ സേഫ് ആണ്. അത്രേ ഉള്ളൂ. അത്രയും കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്തവരാണല്ലോ അമ്മമാര്. അവരെല്ലാ ആളുകളും കൂടി അഭിനയിച്ചു വന്ന അമ്മമാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ് വലിയ ക്ലാസ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പം പുതിയ സിനിമയിലേക്ക് വന്നു, ഇവിടെ വന്നു കഴിയുമ്പോൾ കുറെ ആളുകളെ കണ്ടു, ഇന്ദ്രസേട്ടെ കണ്ടു, പുതിയ ആളുകളെയൊക്കെ കണ്ടു. സിനിമ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ വന്നു കഴിയുമ്പോൾ നേരത്തെ ഒന്ന് പേടിയായിരുന്നു അഭിനയിക്കാൻ, കുറെ മാറ്റങ്ങളുണ്ട്, സിനിമയ്ക്ക് മാറ്റങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തോ? സ്റ്റഡി എന്ന് പറയുമ്പം ഇതിന്റെ ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടാവുള്ള പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ഇത്രയും പേര് ജോലി ചെയ്യുന്നു, ഇതൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ, നേരിട്ടുള്ള അനുഭവം, നമ്മൾ അഭിനയിക്കുമ്പോൾ കാണുന്ന അനുഭവം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്തത്? എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്ന എത്രയോ പേർക്ക് തൊഴിൽ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാണാത്ത എത്രയോ പേര് ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് വന്നപ്പോ എനിക്കൊരു എന്താ പറയാ, ഒരു അത്ഭുതമായിരുന്നു. എത്ര പേരാണ് സെറ്റിലുള്ളത്, നമുക്ക് പേര് പോലും അറിയില്ല. പക്ഷെ ഒരു ചേട്ടൻ ഇവിടുന്ന് വരുന്നു, ഒരു ചേട്ടൻ നമുക്ക് ഓരോന്ന് ഹെൽപ്പ് ചെയ്തു വരുന്നു. ബിഹൈൻഡ് ദ ക്യാമറ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും മാനേജേഴ്സ് ആയാലും കുറെ ആൾക്കാരുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ഹാർഡ് വർക്ക് എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്നു, നമ്മുടെ പാർട്ട് കഴിഞ്ഞു. പക്ഷെ അവർക്ക് തലേ ദിവസം രാത്രി തന്നെ ഒന്നും ചാർട്ട് ചെയ്ത് വെക്കുക, രാവിലെ നേരത്തെ എണീക്കുക, അവർക്ക് ബേസിക്കലി എല്ലാ കാര്യങ്ങളും അവര് നമ്മളെക്കാട്ടിലും കൂടുതൽ വർക്ക് അവരാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പൊ എനിക്ക് അവരുടെ ഹാർഡ് വർക്ക് കണ്ട്, ഡിറ്റർമിനേഷൻ കണ്ട് എനിക്ക് എന്താ പറയാ, നമുക്കും ഇത്രയും നമ്മൾ എന്താ പറയാ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഒരളവിന് അവരുടെ രീതിയിൽ നമ്മൾ എത്തുക, അങ്ങനെ ഒരു ഇതെനിക്ക് തോന്നി. ഇന്ദ്രൻ സർ എന്ത് പറഞ്ഞു? എനിക്ക് അങ്കിളിനെ മുമ്പേ പരിചയമുണ്ട്, ഞാൻ മുമ്പേ എന്നോട് പറഞ്ഞു പൊടിക്കുഞ്ഞായിരുന്നപ്പോ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഈ ലൊക്കേഷൻ വന്നപ്പോൾ ആ കഥയൊക്കെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അപ്പൊ ആ കഥകൾ പറഞ്ഞു, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അങ്കിളിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടൊരു ആളാണ്. അത് അങ്കിൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു അങ്കിളുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് ഹാപ്പി ആയിരുന്നു അങ്കിളിനോട്. അത് പേടി അങ്ങനെ എന്താ പറയുക, പേടിച്ച് നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അങ്കിള് നന്നായിട്ട് വെൽക്കം ചെയ്തു. മോള് വാ, നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ സീൻ, ഇതാണെന്ന് അങ്കിളും എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നു.
ഇനിയിപ്പോ അഭിനയത്തിലേക്ക് തന്നെയാണല്ലോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വരാൻ പോകുന്നത്. ഇനി നമുക്ക് അഭിനയിക്കണം എന്ന് വെച്ചാൽ കൽപ്പന ചേച്ചി, ചേച്ചിമാരെല്ലാരും അമ്മമാരെല്ലാരും അഭിനയിച്ച കുറേ സീനുകളുണ്ട് അല്ലെ, നമ്മുടെ മനസ്സിലുണ്ട്. അത്തരം ഒരു സീനുകൾ എനിക്കിനി ചെയ്താൽ കൊള്ളാം, എനിക്ക് ചെയ്താൽ ചേരുമെന്ന് ചിന്തിച്ച സീനുകളുണ്ടോ, കഥാപാത്രങ്ങൾ? എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാം, അല്ലാതെ അതുപോലെ തന്നെ അല്ല അത്തരം ഒരു അത് എനിക്കൊന്ന് ചെയ്താലും കൊള്ളാം, എന്ത് ക്യാരക്ടർ ആണെന്നല്ലേ. ക്യാരക്ടർ എനിക്ക് അതുപോലെ വരുമോന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിയുന്നത് വെച്ചാൽ അവരുടെ വരൂല, അതെ, എത്തില്ല, എത്ര ഓടിയാലും എത്തില്ല. അപ്പൊ എത്താൻ ട്രൈ ചെയ്യുക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിനുവിന്റെ സ്പിരിറ്റിലെ ക്യാരക്ടർ, സ്പിരിറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പടത്തിൽ ആ സീരിയസ് ആയിട്ടുള്ള റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കാർത്തൂന്റെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ ആ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പോലെ അല്ല, കാർത്തൂന്റെ അപ്പോഴത്തെ ആ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പൊടിയമ്മയുടെ ക്യാരക്ടർ ഭരതത്തിലൊക്കെ ഉള്ള ആ ഒരു സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. മൂന്ന് വെറൈറ്റിയാണ് പിടിച്ചിരിക്കുന്നത് നമ്മളല്ലേ. അത് മൂന്നും ഭയങ്കര സെലക്ഷൻ ആട്ടോ, ഗംഭീര സെലക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അഭിനയിക്കുന്നത് ഇപ്പൊ കുറെ ന്യൂജൻ ആളുകൾ ഒത്തിരി പേര് സിനിമകൾ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു പേർ എന്ന നിലയിലേക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആരെ സെലക്ട് ചെയ്യും? മെയിൽ ആക്ടേഴ്സില് ഐ മീൻ എല്ലാരും വളരെ എക്സ്പീരിയൻസ് ഉള്ള, എന്താ പറയാ, തീർച്ചയായിട്ടും ഞാൻ ഐ ലുക്ക് അപ് ടു ദം, അങ്ങനെ വേണം എനിക്ക് പറയാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഞാൻ വരികയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് അവരോടൊക്കെ അഭിനയിക്കാൻ, അവരുടെ എക്സ്പീരിയൻസ് കാരണം. പക്ഷെ എനിക്ക് ആഗ്രഹമുള്ള ആളെന്ന് പറയുമ്പോൾ എനിക്ക് ഫഹദ് ഫാസിൽ സാറിനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പറയണമെങ്കിൽ ഇനി ഫഹദ് ഫാസിൽ സാറിന്റെ എല്ലാം, തമിഴിലായാലും തെലുഗുലായാലും മലയാളത്തിലായാലും ആ വേരിയേഷൻ, അത് നമുക്ക് ഓരോന്നിനും നല്ല വെറൈറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് അതാണ് ഇപ്പോഴത്തെ ഇതിലെനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും കൂടെ നമുക്ക് അഭിനയിക്കണം, എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് കാരണം ഒരു പേര് ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അതിന്റെ പേരിൽ മറ്റു എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞാൻ റെഡിയാണ്. അതെ, ഒരു മാറ്റമില്ല. നല്ല കഥകൾ തന്നെ നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും. അത് രണ്ടും നമുക്ക് വേണമല്ലോ. സിനിമ തുടങ്ങി നിന്നു പോകരുതല്ലോ. പ്രൊഡക്ഷൻ നല്ലതാണെന്ന് എപ്പോഴും ചിന്തിക്കുക. അതൊക്കെ അമ്മമാര് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമ്മൾ ആദ്യം നോക്കുന്ന പ്രൊഡക്ഷൻ തന്നെ നോക്കണം. നമ്മളൊരു അഭിനയിച്ച സിനിമ പൂർത്തീകരിക്കാതെ പോയി നമുക്കായിരിക്കുമല്ലോ നഷ്ടം. അവർക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരവിടെ വെച്ച് നിർത്തിയിട്ട് പോകും. അപ്പം പ്രൊഡക്ഷനും സംവിധായകരും നല്ല സ്ക്രിപ്റ്റും ആയി കഴിഞ്ഞാൽ എല്ലാ നായകന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾ കഥയായിട്ട് അങ്ങ് പോരെ അല്ലേ? പക്ഷെ കഥ കേൾക്കാനൊക്കെ സമയം കൊടുക്കണുണ്ട്. പെട്ടെന്ന് വന്ന് ഈ പറഞ്ഞെന്നും പറഞ്ഞു കഥയായിട്ട് വന്നേക്കല്ലേ. അതും കൂടി കേട്ടോ. ചേട്ടൻ തന്നെ എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് പറയണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, ചേട്ടൻ പറഞ്ഞു. ഇത് തന്നെയാ കൽപ്പന ചേച്ചി എന്നോട് പറയാറുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞു. അതല്ലേ, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. അതാണ് കറക്റ്റ്. ഈ പറയുന്നത് പോലെ നമ്മൾ ഈ കൽപ്പന ചേച്ചിയുടെ കാലഘട്ടത്തിൽ അഭിനയിച്ച കൽപ്പന ചേച്ചിയുടെ ഏറ്റവും പേര് എന്ന് പറയുമ്പോൾ നമുക്ക് ജഗതി ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലാത്ത കോമ്പിനേഷൻ. അതൊരു വല്ലാത്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നു. നമുക്ക് അസൂയ തോന്നുന്ന കോമ്പിനേഷൻ അവർ തമ്മിലുള്ള. അല്ല, ജഗതി ചേട്ടൻ ഇപ്പോൾ വയ്യാതെ അദ്ദേഹം ആക്സിഡന്റ് പറ്റിക്കിടക്കുകയാണ്. ആ രണ്ടുപേരെ നഷ്ടം നികത്താൻ ഇന്ന് വരെ മലയാള സിനിമയ്ക്ക് ആരെയും കൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. രണ്ടുപേരുടെയും ഒരു മാറ്റമില്ല. രണ്ടുപേരെ നഷ്ടം നികത്താൻ ആർക്കും ഒരു അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതല്ലേ? ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഓരോ നടന്മാരുടെയും നടിമാരുടെയും ശൈലി വേറെയാണ്. നമ്മൾ അവരവരെ തനിച്ചെടുത്ത് നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോ മിനുവിന്റെ ആയാലും ഇപ്പോ മഞ്ജു പിള്ള ചേച്ചിയുടെ ആയാലും എല്ലാവരുടെയും അവരവരുടെ ഒരു ശൈലി വേറെയാണ്. അപ്പോൾ അവർക്ക് അവര് മാത്രമേ ഉള്ളൂ. അപ്പോ പക്ഷെ മിനുവിന്റെയും ജഗതി അങ്കിളുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവര് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ ആ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വേറെ ആര് വന്നാലും ശരിയാവില്ല. അവര് വന്നാൽ മാത്രമേ ശരിയാവും. പക്ഷെ അത് കാരണം ഇപ്പോഴത്തെ ആക്ടേഴ്സ് അതിന് എന്താ പറയാ, ആ ലെവലിൽ എത്തുന്നില്ല എന്നല്ല. എല്ലാരും അവരുടേതായ പാർട്ട് അവര് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യണം. പക്ഷെ ഇവരുടെ പാർട്ട് ആർക്കും നികത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സത്യസമയം ഇവരുടെ കോമ്പിനേഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജഗതി ചേട്ടനെയും കൽപ്പന ചേച്ചിയും കോമ്പിനേഷൻ ഒത്തിരി സിനിമകളുണ്ട്. അവര് തമ്മിൽ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്ത് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചിരിക്കപ്പെട്ട സിനിമ ഏതായിരിക്കും? എനിക്ക് CID ഉണ്ണികൃഷ്ണൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിൽ ചിരിച്ച് എനിക്ക് അതാണ് ഏറ്റവും, എനിക്ക് ആദ്യം തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്തോ അതിനകത്തൊരു നല്ല ഒരു കെമിസ്ട്രി ഉണ്ട് അവർക്ക് ഉള്ളില്.
അപ്പം കുറെ സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം വന്ന പിടക്കോഴി ഊന്ന നൂറ്റാണ്ടാണ് ആ സിനിമയാണ്. ആ സിനിമ വല്ലാത്തൊരു സിനിമയാണ്. നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല ആ പടം. അതൊക്കെ ടി വിയിൽ ഒരു ഇപ്പോഴും ഇരുന്ന് കാണാൻ ചിരിക്കാനും ആളുകളുണ്ടാവും. അത് ഉറപ്പാണ്. അന്നത്തെ കാലഘട്ടം പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടം മാറി. നമുക്ക് പെട്ടെന്ന് OTT-യിൽ സിനിമ വരുന്ന കാലമായി. 30 ദിവസം കഴിയുമ്പോൾ OTT-യിലേക്ക് സിനിമ വരുന്നു. ദിവസങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ OTT-യിലേക്ക് സിനിമ വരുന്നത് ഗുണമായിട്ട് വല്ലതും നമ്മൾ നോക്കിയിട്ടുണ്ട്? ഗുണമാണോ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണോ? അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ബേസിക്കലി ഐ തിങ്ക് എന്റെ ഒരു ഇതിൽ ഞാൻ ആലോചിക്കുമ്പം കോവിഡ് സമയത്താണല്ലോ നമുക്ക് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പം അബ്രോഡിലുള്ള ആൾക്കാർക്കായാലും ഇപ്പൊ തിയേറ്ററിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കായാലും നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണാം. അത് മാത്രമല്ല നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ മൂവി നമുക്ക് കാണാം. അത് മാത്രമല്ല ഇപ്പൊ ഓരോ സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്കും അത് കാണാം. അപ്പൊ അത് കാരണം ഇപ്പൊ തിയേറ്ററിനെ മാത്രം ആശ്രയിക്കുക എന്നല്ല, തിയേറ്ററിൽ പോകുന്ന ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനും OTT കാണുമെങ്കിലും ഞാൻ ആദ്യം ഒരു സിനിമ എനിക്ക് കാണണമെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയേ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ OTT-യിൽ കാണാറുള്ളൂ. പക്ഷെ തിയേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നമുക്ക് OTT-യെ പറ്റില്ല. പക്ഷെ OTT-ക്ക് തനിച്ചൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന്റെ ചില പോസിറ്റീവ്സ് ഉണ്ട് അതിന്. പണ്ടൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച ഒരു താരത്തിന്റെ ഉദയം എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് ഒരു താരത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഒരു താരം ഉണ്ടാവുന്നു. അന്ന് ആ സമയം അറിയാം നമുക്ക്. ഇപ്പം വെള്ളിയാഴ്ച എന്നില്ല, വ്യാഴാഴ്ച ശനിയാഴ്ച ഒക്കെ റിലീസ് ഉണ്ട്. റിലീസ് അങ്ങനെയൊന്നുമില്ല. ആ അന്നത്തെ ഒരു റിലീസ് മൂഡ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് തിയേറ്ററിൽ റിലീസ് ഉണ്ടാവുള്ളൂ, കുറെ സിനിമകൾ ഉണ്ടാകില്ല, പ്രേക്ഷകർക്ക് എല്ലാ സിനിമയും കാണാനുള്ള അവസരം ലഭിക്കുന്നു. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച സിനിമകൾ 10, 15, 20 സിനിമയൊക്കെ എല്ലാ സിനിമയും കാണാനുള്ള അവസരം ലഭിക്കുന്നില്ല. അത് നല്ല സിനിമയാണെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അത്തരം ഒരു റിലീസിനെ കുറിച്ച് മോൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് റിലീസ് വരുമോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല അതിനെപ്പറ്റി. എന്താന്ന് വെച്ചാൽ എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. അപ്പൊ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കാരണം എല്ലാവരും എക്സ്പോഷർ ഉണ്ട്. അപ്പൊ അത് കാരണം മാത്രമല്ല ഇപ്പൊ ഇത്രയും സിനിമകൾ റിലീസ് ചെയ്യാൻ കാരണം തന്നെ പുതുമുഖങ്ങൾ വരുന്നുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും. ഇപ്പൊ യൂട്യൂബിൽ നിന്നാണെങ്കിലും പിന്നെ ടിക്ടോക്കിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിലും കുറെ ആൾക്കാർക്ക് അവർക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. സോഷ്യൽ മീഡിയ ഭയക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഭയക്കുന്നില്ല. ഈ കമന്റുകളൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഭയമില്ല. ഒന്നുമില്ല. കമന്റുകൾക്ക് മറുപടി കൊടുക്കാറുണ്ടോ? ഇല്ല. ഇനിയാണ് സോഷ്യൽ മീഡിയയിൽ ശരിക്കും നമ്മൾ എത്താൻ പോകുന്നത്. എനിക്ക് അല്ലെ, ആക്റ്റീവ് ആകുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പല കമന്റുകൾ വരും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാം. കമന്റുകൾ എഴുതുന്ന ഒറിജിനൽ പേരിലൊന്നും കമന്റ് അങ്ങനെ വരാറില്ല. ഇതാർക്കും ഐഡിയ ഇല്ലാത്തവരാണല്ലോ കമന്റുകൾ എഴുതുന്നത്. അതിൽ ആക്റ്റീവ് ആകണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണ്ടേ? അതെ, ആകണം. അല്ലേ? ഞാൻ അതിനെ ഭയക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാർക്കും മാനസിക വൈകല്യങ്ങളുണ്ട്. അപ്പൊ അത് അവര് നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ബിഹേവിയർ അവര് നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് അവർ ഈ സോഷ്യൽ മീഡിയ അവര് പറയുന്ന കേൾക്കാൻ ആരുമില്ല. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നു. ഇതിനെ എന്താ പറയുക, ഇത് ബൂസ്റ്റ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ഇതിന് കമന്റ് ഇട്ടാ സത്യമാണ് പറയുന്നതെന്നൊക്കെ അതിന് കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ അവരുടെ മാനസിക വൈകല്യങ്ങൾ അവർ പ്രൊജക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കൂ. മരിക്കാതെ ആളുകളെ കൊല്ലുന്ന സോഷ്യൽ മീഡിയ ഉണ്ട്. അതെ, ഉണ്ട്. അത് അവരുടെ ഓരോ ഇഷ്ടങ്ങളാണ് എന്നും പറഞ്ഞ് അവർ മരിക്കൂല. അത് കാരണം നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളെ ഹേറ്റേഴ്സ് എപ്പോഴും ഉണ്ടാവും. അത് കാരണം ഇവർ ഒരിക്കലും പോവാൻ പോകുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ടിവിയിൽ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നമ്മളെ കല്ലെടുത്തെറിയും. ഇത്രേ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ നേരിട്ട് കണ്ടാലും സോഷ്യൽ മീഡിയയിലായാലും കണ്ടില്ലെങ്കിലും അപ്പുറത്ത് പറഞ്ഞാലും ഇപ്പുറത്ത് പറഞ്ഞാലും നമുക്ക് ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു. ഇപ്പം ഐ തിങ്ക് ഇപ്പൊ വരുന്ന ഈ ജനറേഷനിലുള്ള ആക്ടേഴ്സ് എല്ലാരും തന്നെ അവർക്ക് വരുന്ന കമന്റ്സ് ഒക്കെ നമ്മള് ചുമ്മാ എടുത്തു നോക്കുമ്പോ തന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് തന്നെ അറിയില്ല ഈ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ കണ്ട് അവരെത്ര കൂളായിട്ടായിരിക്കുന്നത്. അപ്പൊ അവരെ കണ്ട് ഞാനും പഠിച്ചു. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. വേറെ നമുക്ക് നമ്മുടെ ദേഹത്ത് പൊടിയൊന്നും പറ്റുന്നില്ലല്ലോ. അവരവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഒന്നും വരുന്നില്ല. ഈ ഒരു ചിന്താഗതി നല്ലതാണ് കേട്ടോ. നമുക്ക് യാത്രക്ക് നല്ല ചിന്താഗതിയാണ്. അത് ഒരു മാറ്റമില്ല കേട്ടോ. ചിലൊരു ഭയമാന്ന് പറയും സോഷ്യൽ മീഡിയ. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞാൽ എറിയേണ്ടവർ എറിയും. മാവുള്ള സ്ഥലത്തല്ലേ കല്ലെറിയുള്ളൂ പറഞ്ഞല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ മാവില മാങ്ങ ഉള്ളതുകൊണ്ടാണ് അവർ കല്ലെറിയുന്നത്. ഇത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ അവര് നമ്മളെ
പല രീതിയിലും തോണ്ടി നോക്കും. അതെ അതെ, അതെ, നമ്മളത് മൈൻഡ് ചെയ്യണം. നമ്മള് ഇത് മൈൻഡ് വലിയ പാഠമായിട്ട് പറയുന്നത്. അതെ നമ്മള് എനിക്കൊക്കെ എപ്പോഴും, ഞാനൊക്കെ എന്നും ഓണറിൽ നിൽക്കുന്ന ആളാണ്. അതെ അതെ അതെ. അപ്പൊ എന്തൊക്കെ ആയിരിക്കും കമന്റ്സ് വരുന്നതും. ഇതിൽ തന്നെ എന്താ കമന്റ് വരുന്നത് അറിയാൻ പറ്റില്ല. അയ്യോ ഇല്ല ഇല്ല, ആ വേടിയില്ല. ഞാൻ ചുമ്മാ വന്നിട്ട് നോക്കിയതേ ഉള്ളൂ. ഇല്ല ഇല്ല, ചുമ്മാ ഒന്ന് ഇത് പറഞ്ഞു. എനിക്ക് അങ്ങനെ പേടിയില്ല. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പോൾ അവര് പറയേണ്ടത് അവര് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ഭഗത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ നായികമാർ അത് കഴിഞ്ഞിട്ട് കുറെ നായികമാർ വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയാവുന്ന പേരെടുത്ത് പറയാൻ നായിക, ഇവരൊക്കെ സിനിമ കണ്ടു. ഇപ്പം അങ്ങനെ നോക്കുമ്പം ഈ ജനറേഷനിലെ നായികമാരിൽ ആരെയാണ് എപ്പോഴും കണ്ട് വാച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയേക്കണം? എനിക്ക് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെടുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഓബ്വിയസ്ലി അപർണ ബാലമുരളി, ആ ചേച്ചിയെ കുറിച്ച് എല്ലാം ഇപ്പൊ ഫുൾ, ഇപ്പം ഐ മീൻ എന്താ പറയാ, ഓൺ ട്രെൻഡിൽ നിൽക്കുന്ന ചേച്ചിയാണ്. ബാക്കി അല്ലാതെ പിന്നെ കല്യാണി പ്രിയദർശൻ, അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ തമിഴിലും ഇപ്പൊ കുറെ ആക്ടേഴ്സ് തമിഴിലോട്ടും വരുന്നുണ്ട്. ഐശ്വര്യ ലക്ഷ്മി ചേച്ചി, അവരൊക്കെ തമിഴിലോട്ടും വരുന്നുണ്ട്. അപ്പം ഇവരുടെ എല്ലാ മൂവീസും ഞാൻ കാണുന്നുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണ്. അവരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമാണ്. തമിഴിൽ നിന്ന് ഓഫറുകൾ വന്നിരുന്നു? ഓഫറുകൾ വന്നിരുന്നു. മലയാളം ചെയ്തിട്ട് തമിഴിലേക്കുള്ളൊന്ന് തീരുമാനിച്ചായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി തമിഴും മലയാളവും രണ്ടും ഒരുപോലെ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്നത് മദ്രാസിലാണ്, കുറച്ചു ഭാഗം വളർന്നത് കേരളത്തിലാണ്. അപ്പൊ എനിക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പം നമുക്ക് നല്ല പ്രോജക്ട്സ് വരണം എന്ന് മാത്രമേ നോക്കൂ, നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കണം. തമിഴിൽ നിന്ന് ഓഫർ വന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ മലയാളത്തിലാണ് അഭിനയിക്കുന്നത്. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഭഗത് ഫാസിലിനാണ് എനിക്ക് ഒരു മുൻതൂക്കം എന്ന് പറഞ്ഞു. അങ്ങനെ തമിഴിലാണെങ്കിൽ ആർക്ക് കൊടുക്കും? തമിഴിലാണെങ്കിൽ എനിക്ക് കാർത്തി സാറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ ജനറേഷൻ, ഐ മീൻ ഇപ്പോ ശിവകാർത്തികേയൻ സാറുണ്ട്. എനിക്ക് ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ശിവകാർത്തികേയൻ സാറിനെ വളരെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വിജയ് സേതുപതി സാറുണ്ട്. അത് മാത്രമല്ലാതെ എനിക്ക് കാർത്തി സാറിനെ എനിക്ക് എന്താ പറയാ, നല്ല ഒരു ബ്രദർലി അഫെക്ഷൻ പോലെ നമുക്ക് തോന്നും, നമുക്ക് ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ. എനിക്ക് ഇഷ്ടമുള്ള നടനാണ്. ഈ അമ്മയുടെ മരണത്തിന് ശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ളവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് വീട്ടുകാരുമായിട്ടാണല്ലോ. അതെ, വീട്ടിലെ വീട്ടുകാരുമായിട്ടുള്ള കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്നും ഹെൽപ്പ് വീട്ടുകാർ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. അതെ, നമ്മളാക്കി മാറ്റിയത് വീട്ടുകാരാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾ നോക്കുന്നില്ല, അല്ലെ? അത് അവിടെ എന്ത് നടക്കുന്നു നമ്മുടെ വീട്ടുകാർ തന്നെ, നമ്മുടെ അമ്മമാരവിടെ ഉണ്ട്, അവരെയാണ് അത് ആ രീതിയിലേക്ക് പോകുന്നത്. ഈ സിനിമാ മേഖലയിൽ നിന്ന് വേറെ രീതിക്കെങ്കിലും മുകളിലൊരു വളർച്ചയ്ക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയെന്ന് മാറ്റി നിർത്തപ്പെട്ടായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നും തോന്നിയിട്ടില്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചത് തന്നെയല്ലേ? ഈ ചെന്നൈയിലായതുകൊണ്ട് ഈ കേരളത്തില് വലിയ സിനിമയിലേക്ക് കിട്ടാതെ വന്നതായിട്ട് വല്ലതും ഫീൽ ചെയ്തില്ല? ഇല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം ദൈവം നിശ്ചയിക്കുന്ന പോലെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ദൈവം നിശ്ചയിക്കുന്നത് പോലെ എല്ലാം നടക്കും. അപ്പൊ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോള് സിനിമയിൽ അഭിനയിക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്? അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൽപ്പന ചേച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട്, മോളൊരു സിനിമയിൽ അഭിനയിച്ചാലോ? മിനു എപ്പോഴും ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ അമ്മയോടാണെല്ലാം പറയാറ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷവുമായിരുന്നു. ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ കൂടുതൽ അതിനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഒരു സ്പേസോ ഒരു ടൈമോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹമാണ് ഇപ്പം സഫലമാകാൻ പോകുന്നത്. സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഉറപ്പായിട്ടും സ്വർഗത്തിലല്ല, ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ആ വാക്കാണ് ഏറ്റവും, ആ വാക്ക് മനസ്സിന്റെ ആഴത്തിലേക്കാണ് കേട്ടോ കൊണ്ടായത്, എന്നെ ഇപ്പൊ യാത്ര ചെയ്യിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ സൗണ്ടിൽ കൂടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെ? ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടാകുന്ന മുഹൂർത്തമാണല്ലോ, അല്ലെ? ജീവിതത്തിൽ നമ്മൾ അവിടെ ആ സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നൊരു ഫീൽ ഇല്ല, നമ്മുടെ ഈ അമ്മമാരുള്ളത് കൊണ്ട്, അല്ലെ? ഇവരാണല്ലോ കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ ഏറ്റവും വലിയ സങ്കടം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷെ ഒറ്റപ്പെടൽ എന്നൊരു ഫീല് നമുക്ക് ഉണ്ടായില്ല. എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. അപ്പൊ അതാണ് ഇപ്പോ കാർത്തൂന്റെ മോനാണ്, അല്ലാതെ മിനുവിന്റെ മോളാണ്, അങ്ങനെ ഒരു ലേബൽ ഇട്ട് ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല. എന്റെ മോളാണ്, എന്റെ മോനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ മാറ്റിപ്പെട്ട മാറ്റി നിർത്തപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എല്ലാരും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ്. അല്ല, ഞങ്ങൾക്ക് എന്താ പറയാ, സെപ്പറേഷൻ ഒന്നും നമുക്ക് ഇതുവരെ അവര് ഞങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടും ഇല്ല, അങ്ങനെ തോന്നിയിട്ടുമില്ല. ഈ സിനിമാഭിനയം അല്ലെങ്കിൽ എന്തിലേക്ക് പോയാനെ ഇപ്പൊ?
എനിക്കൊന്നും അറിഞ്ഞൂടാ, വീട്ടിൽ ഇരുന്നേനെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞ സിനിമ അഭിനയം അല്ലാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. പഠിച്ചതും ഇത് തന്നെ, വളർന്നതും കേട്ടതും എല്ലാം ഇത് തന്നെ. വീട്ടിലിരുന്ന് പോയാനല്ലേ? അതെ, വീട്ടിലിരുന്ന് പോയേനെ. അതൊരു വല്ലാത്ത ഇരിപ്പായി പോയാനാ. സത്യം അല്ലെ, നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഇരിപ്പായി പോയാനല്ലേ? ഭയങ്കര ഇനി ഇരുന്ന് പോയേനെ, പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വരില്ല. എഴുന്നേക്കേണ്ട പോലും വരില്ലായിരുന്നു. അപ്പൊ സിനിമ അഭിനയം തന്നെയാണ് നമ്മുടെ തന്നെയായിരുന്നു എയിം. അത് വൈകിയെന്ന് മാത്രമല്ല, വൈകിയില്ല, നമ്മൾ സമയം ഇപ്പോഴാണ്. അതെ, ഇനി അങ്ങൊരു യാത്ര തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയെന്ന് വേണം പറയാൻ. അല്ല ഷടപടയെന്ന് ചാടിക്കേറി സിനിമയിൽ വന്നു അങ്ങനെയല്ല. എനിക്ക് എന്തൊക്കെ ഞാൻ ചെയ്യണം, നമ്മൾ വരുമ്പോൾ ഒരു ക്യാരക്ടറിന് എങ്ങനെ വേണം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ, അത് മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സിനും എടുക്കേണ്ട സമയം എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കറക്റ്റ് ഒരു ടൈം കിട്ടി. ആ ടൈമിന് ഞാൻ എല്ലാം പഠിച്ചു എന്നല്ല, ഇനിയും കുറെ പഠിക്കാനുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇനി എക്സ്പീരിയൻസ് മൂലം അങ്ങനെയാണ് ഇനിയും പഠിക്കാനുള്ളത്. സിനിമാഭിനയം പഠിച്ചു തീരുന്നില്ല, ആരും തീരുന്നില്ല. മമ്മൂക്കായും ലാലേട്ടനും പറയുന്നത് ഞങ്ങളൊന്നും അഭിനയം പഠിച്ചു തീർന്നില്ല. ഇപ്പോഴും നമ്മൾ ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ആ മറ്റൊരു കഥാപാത്രം വീണ്ടും പഠിക്കുകയാണ്. അതാണ് സിനിമ അഭിനയം നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതിനെ ഉർവശി ചേച്ചി അന്ന് അഭിനയിച്ച പോലെയുള്ള ഇന്ന് അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സിനിമയിലും ആ ക്യാരക്ടർ കിട്ടും നമ്മൾ പഠിക്കുകയാണ് സിനിമ. അങ്ങനെ പഠിച്ചു തന്നെ എടുക്കണം. ഈ പറഞ്ഞതുപോലെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജീവിതത്തിൽ, അതെന്തായിരിക്കും ഓർത്തെടുക്കുകയാണെങ്കിൽ? എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എന്താണ് കൂടുതൽ അങ്ങനെ, ഒരു കാര്യം പറഞ്ഞു, എനിക്കത് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരെണ്ണം നഷ്ടപ്പെടുമ്പോൾ അതിലും വിലപ്പെട്ടത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എപ്പോഴും എൻ്റെ മനസ്സിൽ ആലോചിക്കും. നമുക്ക് എന്ത് നഷ്ടപ്പെടുമ്പോഴും അതിലും വിലപ്പെട്ടത് നമുക്ക് ദൈവം തരാനാണ് ഈ നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറയും. അപ്പൊ അത് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനെ വിഷമിക്കാറില്ല. ഇതിലും എന്തോ നല്ലത് നമുക്ക് ദൈവം തരാൻ പോകുന്നു എന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. വലിയൊരു വാക്കായിരുന്നു. അത് വലിയൊരു വാക്കാണ്. നിരാശ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുക. ഒന്നും നമുക്ക് എല്ലാം ഒരു ഡെഡ് എൻഡ് അല്ല. അതിലും എന്തോ നല്ലതാണ് ദൈവം നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് നിരാശപ്പെടാറില്ല. നമുക്ക് നഷ്ടബോധങ്ങളില്ല. അതെ, നഷ്ടങ്ങളുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. ആ അമ്മ പറഞ്ഞു തന്ന വാക്ക്, ആ വിശ്വാസമുള്ള ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലും നല്ല നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ? നമ്മൾ ആഗ്രഹിച്ചാണല്ലോ ഇപ്പൊ സിനിമ, അതിപ്പോ കിട്ടിയില്ലേ? അത് കുറെ നാൾ മുമ്പ് വേണമെന്നുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നി, പക്ഷെ നഷ്ടപ്പെട്ടില്ല, തിരിച്ചു കിട്ടി വന്നു. അത് നല്ലൊരു ഉപദേശമാണ്. ഈ ഉർവശി ചേച്ചി വീട്ടിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സ്വഭാവം? എങ്ങനെയാണ്? തമാശ നിറഞ്ഞതാണോ, സീരിയസ് ആണോ, എങ്ങനെയാണ്? ഞങ്ങൾക്ക് അങ്ങനെയല്ല, കൂടുതൽ തമാശയല്ല, കുറച്ച് റിസർവ്ഡ് ആണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്നൊക്കെ സിനിമകളെ കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെയാണ് നമ്മൾ വീട്ടിലും സംസാരിക്കുന്നത്. വേറെ ഒന്നിനെ കുറിച്ചും അല്ല. ഇപ്പൊ തൊഴിൽ ഇതായത് കാരണം, ഇതിൽ തന്നെ നിൽക്കുന്നത് കാരണം സിനിമകളെ കുറിച്ചും കാണുന്ന സിനിമകളെ കുറിച്ചും വർക്ക് ചെയ്ത ആക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ? അതെ, ചെന്നൈയിൽ ഒരുമിച്ചാണല്ലോ, കൂട്ടുകുടുംബം പോലെയാണല്ലോ, അടുത്തടുത്ത് തന്നെയാണ് കൂട്ടുകുടുംബം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ഏതായിരിക്കും? നമ്മൾ യൂഷ്വലി എന്തെങ്കിലും അമ്പലത്തിൽ പോകാൻ, ഒരു യാത്ര, ഒരു 1 വീക്ക് നമുക്ക് അമ്പലത്തിൽ പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയുള്ളപ്പം അങ്ങനെയൊക്കെയാണ് കൂടാറ്. അല്ലാതെ വിഷു, ഓണം ഒന്നും നമുക്ക് അങ്ങനെ കൂടാൻ പറ്റാറില്ല. എന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിന് ഓരോ സ്ഥലത്തും ഓരോ ആൾക്ക് ഓരോ സ്ഥലത്തായിരിക്കും. അപ്പൊ അത് കാരണം ഈ പൂജകളുള്ളപ്പോഴോ നമ്മൾ അമ്പലങ്ങളിൽ ഒരുമിച്ച് പോകുമ്പോഴോ അങ്ങനെ കൂടാറുള്ളൂ. അങ്ങനെ കൂടാതെ ഓണം ഓർമ്മകളൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അയ്യോ, ഓണം ഓർമ്മകളൊക്കെ സ്കൂളിൽ സെലിബ്രേഷൻ ഉള്ളത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീട്ടിൽ വന്ന് പായസം ഉണ്ടാക്കി തരും, അല്ലാതെ വീട്ടിൽ വന്നിട്ട് പായസം ഉണ്ടാക്കി തരും, അല്ലാതെ പായസം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇല്ല, അത് കുടിക്കും. അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും കുടിക്കും. അതെ, അല്ലാതെ വേറൊരു ഓർമ്മ. ഫാമിലി എപ്പോഴും എന്ന് വെച്ചാൽ സെറ്റിലായിരിക്കും. അതെ, അപ്പൊ അത് കാരണം അത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ വളർന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു വിഷമോ പ്രശ്നമോ ഒന്നും. എന്തെങ്കിലും പാചകം ചെയ്യോ? ഇല്ല, ഇന്ന് വരെ ഇല്ല. എവിടെയൊക്കെ പോകാനുള്ളതാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള വഴി എനിക്കറിയാം, അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാനൊന്നും എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുമില്ല. വേണ്ട, ഞാൻ ചോദിച്ചാലും വേണ്ടെന്ന് പേടിച്ച് പറയാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുവരെ ഞാൻ എത്തിയത്. അപ്പൊ വേണ്ട, എന്റെ ആവശ്യമില്ല. അല്ല, വേറെ കുടുംബത്തിലേക്ക് പോകുമ്പോ നമുക്ക് പാചകമൊക്കെ പഠിക്കണ്ടേ? ഏത് കുടുംബത്തിലേക്ക്? അത് പോകുമ്പോഴല്ലേ. ഇപ്പോഴൊന്നും പഠിച്ചൊക്കെ വെക്കണ്ട. അടുക്കള കയറുന്ന പരിപാടിയില്ല. ഇല്ല, ചൂടാണ്, നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ജോലി നമുക്ക് പറ്റൂല. പിന്നെ എല്ലാം ഓർഡർ ചെയ്താൽ കിട്ടുകയും ചെയ്യും. അതെ, കഴിക്കുക, കിടക്കുക, നമ്മുടെ പണി ചെയ്യുക, അതല്ലാതെ വേറെ അടുക്കളയിൽ കയറുക
കൂടുതല് നല്ല മടിപ്പാണല്ലേ? മടിയാണ്. ഉള്ളത് തുറന്നു പറഞ്ഞു എന്തായാലും. അതെ, സത്യം. മടി അങ്ങ് തുറന്നു പറഞ്ഞു. അതെ, ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ 2-3 പ്രാവശ്യം ശ്രമിച്ചതാ, പക്ഷെ ആർക്കും എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടില്ല. ശ്രമിച്ചത്? ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്തായിരുന്നു? ഈ മുട്ട പൊരി? ഓംലെറ്റ് പോലെയൊക്കെ ശ്രമിക്കും. ഞാൻ കറക്റ്റ് ചോദിച്ചല്ലോ. അത് ഞാൻ ചോദിച്ചല്ലോ. അല്ല, ഞാൻ അതാണല്ലോ വന്നത്, അതിലേക്കല്ലോ വന്നത്. കറക്റ്റ് ആണ്. പക്ഷെ അതിൽ എന്ത് തെറ്റാ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് ഇട്ടാലാണ് ഇത് കഴിക്കാൻ പറ്റാത്ത രീതിയാവുന്നത്. ഞാൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്തും ട്രൈ ചെയ്യാൻ, പക്ഷെ ആർക്കും ഇഷ്ടപ്പെടും. എന്തൊക്കെ ഇട്ടു? ഈ പെരുംജീരകമൊക്കെ എടുത്തിടും. അല്ല, എന്റെ സംശയം ബിരിയാണിയിലിടാ, ഇതിനകത്ത് ഇട്ടൂടെ? ഞാൻ ട്രൈ ചെയ്താ, പക്ഷെ ആർക്കും ഇഷ്ടപ്പെടൂല. അപ്പൊ ഞാൻ തന്നെ കഴിക്കും. അത് കഴിക്കും. പെരിഞ്ചീരകം ഓംപ്ലേറ്റിലിടും. പിന്നെ വേറെ എന്തായിട്ടാ? ഇപ്പൊ അത്രേ ഇട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ ആദ്യം എനിക്ക് കുഴപ്പമില്ല, ഞാൻ കഴിക്കും. നമ്മൾക്ക് കഴിക്കാൻ അവർക്കും കഴിക്കാമല്ലോ. ഞാൻ ബ്രെഡ് കഴിക്കും. ബ്രെഡ് ഇഷ്ടമല്ല വീട്ടിലാർക്കും. അപ്പൊ ബ്രെഡ് മാത്രം എന്തിനു കഴിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടപ്പോ ഞാൻ കഴിച്ചോളാം. ആരെയും ഞാൻ ശല്യപ്പെടുത്തൂല, ഞാൻ കഴിക്കും. പെരിഞ്ചീരകം ഇട്ട ഒരു ഓംപ്ലേറ്റ് അവർ കഴിച്ചിരുന്നെങ്കിൽ വേറെ ബീഫ് നമ്മൾ വെച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ചിക്കൻ വെച്ചു കൊടുത്താൽ പെരിഞ്ചീരകം ഇടാതെ. അതെ, എന്റെ കൈപുണ്യം അറിഞ്ഞാലേ. അവർക്ക് ഈ കൈപുണ്യം കിട്ടിയില്ല എന്ന് കൂട്ടിയാൽ മതി. അനുഭവിക്കാനുള്ള യോഗം അവർക്കില്ല. ഇല്ല. ഇനി അനുഭവിക്കുകയും വേണ്ട. ഇനി അവര് ഹോട്ടലിൽ നിന്ന് എവിടെയും വെച്ച് കഴിച്ചോ. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഒരു കട്ടൻ ചായ പോലും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കൊടുക്കൂല. ഉറപ്പിച്ചു. ഇതിൽ കൂടുതൽ ഉറപ്പ്. ഇത് കഴിഞ്ഞ് നല്ലതാണെങ്കിൽ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും, മക്കളെ ഒരു കട്ടൻ ചായ ഇട്ട് തരും. അപ്പൊ നമ്മൾ എത്രയും മോശമായിട്ട് ഇട്ട് കൊടുക്കുന്നു, അടുത്ത പ്രാവശ്യം നമ്മളോട് ചോദിക്കൂല. അറിയോ, പറയല്ലേ ഓക വൃത്തികേടായിരിക്കും. അപ്പൊ അത് കാരണം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മക്കള് വെച്ചാൽ കുടിക്കാൻ പറ്റില്ല. ഇനി പറഞ്ഞാക്കല്ലേ ജീവിതത്തിൽ. അപ്പൊ ആരെങ്കിലും മോശമായിട്ട് ആദ്യം കൊടുക്കുള്ളൂ എന്ന് ചുരുക്കം. അതെ, അത് നമ്മളിപ്പോ വെളിപ്പടയായിട്ട് നമ്മൾ പറയണ്ട, പക്ഷെ കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും. ആ ഒരു മനസ്സ് വെച്ച് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. നല്ലത് അപ്പുറത്തേക്ക് നമ്മള് കൊടുക്കില്ല.